ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ബ്ലൗസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് കട്ട് വർക്കുള്ള ഒരു ബ്ലൗസ് തുണിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ. ഈ കണ്ടോ കുഞ്ഞു കട്ട് വർക്കുള്ള ബ്ലൗസ് തുണിയാണ് സ്റ്റിച്ച് ചെയ്യാൻ ലൈനിങ് തന്നിരിക്കുന്നത്. ബ്ലൗസ് പീസാണ് കേട്ടോ, സാരി വിത്ത് ബ്ലൗസ് പീസാണ്. അതിൻ്റെ സാരിയുടെ ബ്ലൗസ് പീസാണ് ലൈനിങ്ങായി തന്നിരിക്കുന്നത്. കസ്റ്റമർ ഇത് വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണുന്ന മാതിരി അല്ല, വെള്ള തുണിക്ക് ഒരു ഇത്തിരി ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിരിക്കും. ആ പ്ലെയിൻ ബ്ലൗസ് വെള്ള ഉപയോഗിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരണം പറഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കണ്ടില്ലേ കുഞ്ഞി ആ ഒരു വെള്ള എടുത്ത് കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ അതിൻ്റെ ആ വെള്ളേൻ്റെ കസവും വെച്ചിട്ട് പഫ് സ്ലീവിൽ വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഞാനിതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഇതിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവർക്ക് പാവാടയ്ക്കും യൂസ് ചെയ്യണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ലൈനിങ് ആ ഉള്ളിൽ വന്നപ്പോൾ അതൊരു വെറൈറ്റി ഒരു മോഡലാണ് കേട്ടോ. ഞാനിതുവരെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടില്ല. നമ്മൾ കളർ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു ഏത് കളറാണോ അതിനനുസരിച്ചുള്ള ചെയ്യാൽ. ഇത് കസ്റ്റമറുടെ സ്പെഷ്യൽ പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ലൈനിങ്ങൊക്കെ വെക്കുമ്പോൾ ആ വെള്ള വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാൻ പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ പഫിൽ കുഞ്ഞു പഫായിട്ട് അവിടെ മാത്രമുള്ളത് അതാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പഫ് സ്ലീവും വെച്ചിട്ട് ആ വെള്ളയും ചെയ്ത് പിന്നെ അതിൻ്റെ ആ ഒരു ലേസ് അതായത് ലൈനിങ്ങിലില്ല ആ സാരീൻ്റെ ഒരു കസവ് അതാണ് കേട്ടോ അതിൽ ചെയ്തിരിക്കുന്നത്. കളർ അങ്ങനെ തന്നെ ഒരു സിൽവർ കളറാണ് ആ ഒരു കസവ് വന്നിരിക്കുന്നത്. അത് കാരണമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പഫ് സ്ലീവ് അതിൻ്റെ ഇതിൽ ചെയ്യുക കേട്ടോ. വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ റൗണ്ട് നെക്കിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഷോൾഡറൊന്നും അധികം വീതിയില്ലാതെ രണ്ട് ഇഞ്ചുള്ള ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്ലീവ് അതിൽ ഞാനൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കുക. ആ ഒരു നിങ്ങളിങ്ങനെ ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചത്. അതാണ്ടോ, ഉള്ളിൽ വെള്ളയും പുറമേ ഈ ഒരു ബ്ലാക്കും ഈ ഒരു വൈറ്റും ഉള്ളെന്ന് എടുത്ത് കാണുകയാണ്ടില്ലേ. നല്ല ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കുക. നമ്മൾ ബ്ലൗസ് അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനെ ഒരു രീതിയിൽ? നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ? സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്